മീനക്കൂറുകാർ, അതായത് പൂരുരുട്ടാതിയുടെ 45 മുതൽ 60 നാഴിക, ഉത്രട്ടാതി, രേവതി ഈ നാളുകാർക്ക് 2021 തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷ അവസാനത്തിൽ ജോലിയൊക്കെ നഷ്ടമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും കൂടുതലും ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാണാനുള്ള ഒരു സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ ഈ വർഷവും വിഷമകരമായിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ സാമ്പത്തിക ഭദ്രതയില്ലായ്മ ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇതിനെക്കുറിച്ച് ആലോചിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. കാരണം മുന്നോട്ടേക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ് വരുന്നത്. ഈ ഒരു സാമ്പത്തിക പ്രശ്നം ഈ ഒരു തുടക്കത്തിലുള്ള സമയത്ത് തീർച്ചയായിട്ടും അതിനനുസരിച്ച് ജീവിക്കുക. ചെറിയ രീതിയിൽ അനാവശ്യമായിട്ട് ചിലവുകളൊന്നുമില്ലാതെ വളരെയധികം സൂക്ഷിച്ച് പൈസ ചിലവാക്കി ജീവിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ, പക്ഷേ ഭക്ഷണത്തിന് ഒരിക്കലും മുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം അല്ല. അതായത് നല്ല രീതിയിൽ ആഹാരത്തിനും മറ്റും നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാനുള്ള സാഹചര്യം എങ്ങനെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എപ്പോഴും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പതുക്കെ നിങ്ങൾക്ക് നല്ലൊരു തുടക്കം, അതായത് ഒന്നുകിൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്നവർക്കാണ് കൂടുതലായിട്ടും ഒരു വളരെ നല്ല സമയം പറയുന്നത്. അതല്ല, ബിസിനസ് അല്ലാതെ ജോലി എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു പുതിയ തുടക്കം, സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ബിസിനസ് തുടങ്ങുന്നതാണ് കൂടുതലായിട്ടും നല്ലത്. ജോലിയാണെങ്കിലും സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ചിടത്തോളം നല്ല സാമ്പത്തികം എന്നുള്ള രീതിയിൽ നല്ലതായിട്ട് തന്നെ കാണിക്കുന്നു. ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോൾ അതിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന പ്ലാനിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇരുന്ന് ടെൻഷൻ അടിക്കാതെ അതിന് വേണ്ടുന്ന പ്ലാനിങ്, ഇപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിൽ അതിന് വേണ്ട ആപ്ലിക്കേഷൻസും എല്ലാം അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുക. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആലോചിച്ചും കണ്ടും നോക്കിയൊക്കെ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടു പേർക്കുമുള്ള പ്രത്യേകതരം കഴിവുകൾ, രണ്ടുപേർക്കും രണ്ടു തരം കഴിവുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട് നിങ്ങളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു റിലേഷൻഷിപ്പിലായിരിക്കും പാർട്ട്ണർഷിപ്പ്, അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, പ്രേമം, സ്നേഹത്തിലൊക്കെ ഏർപ്പെടാനുള്ളൊരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. സിംഗിൾ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ റിലേഷൻഷിപ്പിൽ പോകാനുള്ള ഒരു സാധ്യത. കല്യാണം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ നല്ല ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതായത് ഒത്തിരി സമയം ഒരുമിച്ച് ചെലവഴിക്കാനും ഒറ്റയ്ക്ക് ചെലവഴിക്കാനും ഒക്കെ, അതായത് പാർട്ട്നേഴ്സ് രണ്ടുപേരും ഒറ്റയ്ക്ക് പാരൻസോ കുട്ടികളോ ഒന്നുമില്ല, അത് ഒറ്റയ്ക്കും സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയ ഒരു സാഹചര്യം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഈ വർഷ അവസാനത്തോടു കൂടി നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ അതിനുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങാൻ ഈ വർഷ അവസാനം തന്നെ അതിനുള്ള ഒരു പ്രതിഫലം തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള വർഷത്തിൽ അത് നല്ല രീതിയിൽ പച്ചപിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും അവരുടെ രീതിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നോട്ടേക്ക് പോവുക. ഗണേശ ഭഗവാന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഹോൾനെസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ഒരു വലിയ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രം ആണ് എന്ന് മനസ്സിലാക്കുക. അതേസമയം തന്നെ വലിയ ഒന്നിൻ്റെ ചെറിയ ഒരു ഭാഗം ആണ് നിങ്ങൾ. അതേസമയം
നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ആ ഡിവൈൻ ആയിട്ടുള്ള ഒരു പവർ മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ജീവിതത്തിൽ നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടാകുന്നതായിരിക്കും. ഈ കാർഡിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രീൻ കളർ അതിന് സൂചിപ്പിക്കുന്നത് 4th ചക്ര, ഹാർട്ട് ചക്ര എന്ന് പറയും. അപ്പോൾ സ്നേഹം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രേമം, അതായത് ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് ചുറ്റുപാടും ഒത്തിരി സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒത്തിരി സ്നേഹം, എല്ലാവരോടും വളരെയധികം അതായത് മാനസികമായിട്ട് വളരെ ലവിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാം. വളരെയധികം എല്ലാവരോടും സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങളുടേത്. എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അതായത് മനസ്സമാധാനം, സ്വസ്ഥതയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഒത്തിരി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. ആത്മീയമായിട്ട് മെഡിറ്റേഷനും മറ്റൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഹോൾനെസ് ഫീൽ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. അപ്പോൾ മീനക്കൂറുകാർക്ക് 2021 വളരെ ഒരു നല്ല വർഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷം, അതായത് 2021 കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.